കയറുന്നവരുണ്ട്. ഉണ്ടാവാൻ പാടില്ല. ഇതാ നേരത്തെ പറഞ്ഞതോർത്തോ, ഇണയും തുണയുമാണ്. വേലക്കാരിയായിട്ടോ അടിമയായിട്ടോ സഹധർമ്മിണിയെ കാണരുത്. സ്വന്തം ആവശ്യങ്ങൾ ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് തുറന്നു പറയാൻ പേടിക്കുന്നുണ്ടോ? അവൾക്ക് ഭയമുണ്ടോ? എങ്കിൽ അയാൾ ഒരു ഭർത്താവായിട്ടില്ല, അയാൾ ഒരു മിനി സിംഹമാണ്. വീട് ഭരിക്കുന്ന സിംഹം എന്നേ പറയാൻ പറ്റുള്ളൂ. നാട്ടിൽ അയാൾക്ക് എത്ര സർവാംഗീകൃതനാണെങ്കിലും ശരി, സർവാംഗീകാരമുണ്ടെങ്കിലും ശരി, വീട്ടിലെത്തിയാൽ ഇയാൾ കരടി സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ, വന്യമൃഗങ്ങളുടെ സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയാണ് അയാൾക്ക് നന്നാവാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും ഈ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഇതാ പെണ്ണിന് യഥാർത്ഥത്തിൽ ബാധ്യതകൾ മാത്രമല്ല ഉള്ളത്, അവകാശങ്ങളുമുണ്ട്. ഒരു സഹോദരി, എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരി എന്നോടൊരിക്കൽ പറഞ്ഞു, വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു. ഭർത്താവ് അനങ്ങിയാൽ അരിജാലു ഖവാമുനാലൻ നിസാ. ഈ ആയത്തോടാണ് ഒരു നിവൃത്തിയില്ലാതെ ഇത് കാണാപാടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അനങ്ങിയാ പറയും അരിജാലു ഖവാമുനാലൻ നിസാ, പുരുഷന്മാർക്ക് മേൽക്കോയ്മ ഉണ്ടാവും. അപ്പൊ നീ നമ്മുടെ വേലക്കാരിയാണെന്ന മട്ടിലാണ് പെരുമാറ്റം. ഇതിന് തിരിച്ചൊരായത്തോതാൻ വല്ല ചാൻസും ഉണ്ടോന്ന് ചോദിച്ചു. നിങ്ങളുടെ അടുത്ത ബന്ധു ഒരിക്കൽ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, സൂറത്തുൽ ബഖറയിലെ 228 ആയത്, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. അപ്പൊ ആ സഹോദരി പറഞ്ഞു, അത് അത്ര തന്നെ നാക്കിന് വഴങ്ങൂല. മറ്റേതാണ് പറയണ ആ സുഖത്തിനെ, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. ഭാര്യമാരുടെ മേൽ ബാധ്യതകളുള്ളതുപോലെ അവകാശങ്ങളുമുണ്ട്. വലഹുന്ന, അവർക്ക് കിട്ടാനുണ്ട്. മിസ്ലുല്ലദീ അലൈഹിന്ന, അവർക്ക് കൊടുക്കാനുള്ളതുപോലെ. എന്ന് പറഞ്ഞാൽ ബാധ്യത മാത്രമല്ല പെണ്ണുങ്ങൾക്കുള്ളത്, അതുപോലെ അവകാശങ്ങളും കിട്ടാനുള്ളവരാണ് പെണ്ണ്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. നല്ല നിലയിൽ ന്യായമായിട്ടും പെണ്ണിന് ബാധ്യതയുള്ളതുപോലെ അവകാശങ്ങളുമുണ്ട്. അത് കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ രണ്ടു കൂട്ടർക്കും ബാധ്യതകളുമുണ്ട്, അവകാശങ്ങളുമുണ്ട്. ആണിനുണ്ട്, പെണ്ണിനുണ്ട്. രണ്ടു കൂട്ടരും കരുതണം. അത് കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകണം. അതിൽ ആണ് പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ഈ ആയത്താണ് ഞാൻ ആദ്യമായി ഓതിവെച്ചത്. എത്ര നല്ല ആയത്താണ്, എത്ര നല്ല പാഠമാണത് നൽകുന്നത്. സഹോദരിമാരെ, ഇതിൽ വല്ല വിഷമവും തോന്നുന്നുണ്ടോ? ഇല്ല. അർരിജാലു ഖവ്വാമൂൻ, പുരുഷന്മാര് കാര്യങ്ങൾ നോക്കിപ്പോരേണ്ടവരാണ്. നിങ്ങളെ വസ്ത്രം നോക്കേണ്ടത്, പെണ്ണുങ്ങളുടെ വസ്ത്രം നോക്കേണ്ടത് പുരുഷനാണ്. അവൾക്ക് പാർപ്പണം നോക്കേണ്ടത് പുരുഷനാണ്. മക്കൾക്കും കുട്ടികൾക്കും സുഖമില്ലാതെ ആയാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് പുരുഷനാണ്. എല്ലാ ബാധ്യതകളും പുരുഷൻ. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീകളുടെ മുഴുവൻ കാര്യങ്ങളും നോക്കിപ്പോരേണ്ടവരാണ് പുരുഷന്മാർ. എന്തുകൊണ്ടാണിത്? ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. ഈ വിഷയത്തിൽ പുരുഷനേക്കാൾ സ്ത്രീയെ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണത്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. നിങ്ങളിൽ ചിലരെക്കാൾ ആദരിച്ചു എന്നതുകൊണ്ട്, പുരുഷനെ പെണ്ണിനേക്കാൾ ആദരിച്ചു എന്നതുകൊണ്ട് അല്ല, മറിച്ച് പറഞ്ഞെങ്കിലും തെറ്റല്ല. ചില മഹാന്മാർ പറയുന്നു ഇത് വിശദീകരിച്ച്, പെണ്ണിനെ ആണിനേക്കാളും ആദരിച്ചിട്ടുണ്ടാകും. കാരണം അത് ഓരോരുത്തർക്കും അവകാശങ്ങളും ബാധ്യതകളും വരുമ്പോ ആ രണ്ട് ഭാഗത്തും അവർ ആദരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഉദാഹരണങ്ങൾ പറയുമ്പോൾ വേഗം ബോധ്യപ്പെടും. ഈ ചെലവ് കൊടുക്കുന്ന കാര്യത്തിൽ ജോലിക്ക് പോകാനുള്ള കായിക ബലം അള്ളാഹു നൽകിയത് പുരുഷനാണ്. അപ്പൊ പുരുഷൻ പോകട്ടെ ജോലിക്ക്. എന്നിട്ടോ ആ പുരുഷൻ കഷ്ടപ്പെട്ടിട്ട് എല്ലുമുറിയെ പണിയെടുത്തിട്ട് ആ പുരുഷൻ തീറ്റിപ്പോറ്റട്ടെ പെണ്ണിനെ. ഇത് പുരുഷന്റെ ബാധ്യതയാണോ?
പുരുഷന്റെ ബാധ്യതയാണ് പെണ്ണിനെ തീറ്റിപ്പോറ്റുക എന്നുള്ളത്. കണ്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വായിനെയും സ്വർഗത്തിലാക്കിയിട്ട് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ശൈത്താൻ നിങ്ങളെ ഈ സുന്ദരമായ വീട്ടിൽ നിന്നും പടിയിറക്കാതിരിക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെയിലേൽക്കാതെ തിന്നാം. ഇവിടെ നിങ്ങൾക്ക് മഴയേൽക്കാതെ തിന്നാം. വെയിലേൽക്കാതെ മഴയേൽക്കാതെ തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള മാർഗങ്ങൾ ഇവിടെയുണ്ട്. വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു താഹായില് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സ്വർഗത്തിലാക്കിയിട്ട് അല്ലാഹു പറയുന്ന വാക്ക് എന്താണത്? ഇന്നലക അല്ലാ തജൂഅ ഫിഹാ വലാ തഅറാ വഅന്നക ലാ തുദ്മഉ ഫിഹാ വലാ തദ്ഹാ. ഈ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നലക അല്ലാ തജൂഅ ഫിഹാ. ഇവിടെ പട്ടിണി കിടക്കുക.